അങ്ങനെ രാവിലെ എണീറ്റപാടെ രണ്ടുപേരും പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. ചെറിയൊരു മഞ്ഞുണ്ട്. രണ്ടുപേരും എണീറ്റപ്പോൾ 7 മണിയായി. അങ്ങനെ ആദിത്യന് സ്കൂളിലും പോകണമായിരുന്നു. ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്ത് അതിനുശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. മോങ്കുട്ടൻ്റെ സൈക്കിളുമായിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ തൂക്കുന്ന നോക്കി. പിന്നെ ആദിത്യനും ഉണ്ടായിരുന്നു. എല്ലാം തൂത്ത് വൃത്തിയാക്കി. പിന്നെ അതിനുശേഷം ഇന്ന് അരി അടുപ്പ് ഇടണമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ കുറച്ച് വിറകും തൊണ്ടും ഒക്കെ വെച്ച് കത്തിച്ച് ചൂട്ടും. ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു. മണ്ണെണ്ണ വീട്ടിൽ പോയി എടുത്തതാണ്. പിന്നെ അതിന് ശേഷം അരിയൊക്കെ ഒന്ന് വെള്ളം ചൂടായതിന് ശേഷം അരി കഴുകിയിട്ട് പിന്നെ അതിന് ശേഷം ഇന്ന് ഒരുപാട് ആഗ്രഹം ചട്ടിയിലൊന്ന് പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. അങ്ങനെ കുറച്ച് തൈരും അച്ചാറും പഴയ മീൻകറി എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി. അവർക്ക് രാവിലെ തന്നെ കുറുക്കും മുട്ടയൊക്കെ കൊടുത്തായിരുന്നു. അവർക്ക് വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അതിന് ശേഷം ചേട്ടൻ രാവിലെ തന്നെ ജോലിക്കും പോയി.